temple entry proclamation Travancore was issued? Option B, 1936. Name the book written by Swami Dayananda Saraswati. Option A, Satyartha Prakash. Name only Malayali who became the president of All Indian Congress Committee in 1897. അത് ഓപ്ഷൻ സി ശങ്കരൻ നായർ. കിഴരിയൂർ ബോംബ് കേസ് വാസ് കണക്റ്റഡ് വിത്ത്. ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഹിസ്റ്റോറിക് പ്ലേസ് കുണ്ട്ര സിറ്റുവേറ്റഡ് ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ്. ഓപ്ഷൻ ബി കൊല്ലം. Al Amin was published under the editorship of. Option A, Muhammad Abdur Rahman. Battle of Plassey was in the year 1757. Option C, 1757. In 1961, Goa was liberated from. Option D, Portuguese. Name the founder of self-respect movement. Option A, E.V. Ramaswamy Naikar. Grand Alderman of Indian National Movement was. Option C, Dadabhai Naoroji. 11. Tribhuvan International Airport is situated at. Option D, Kathmandu. Dash is the capital of Denmark. Option B, Copenhagen. Floyd Mayweather is renowned the name in the field of. Option A, boxing. In normal case, the period allowed furnished information principal information officer under the Right to Information Act. Option D, 30 days. Name the author Asian drama. Option C, Gunnar Myrdal. Education was included in the concurrent list in the year. Option C, 1976. Which of the following not appropriate tool for formative assessment? Option C, term test. Reliability is a necessary but not sufficient condition for validity. Meaning of the statement. A valid test will have certain degree of reliability. Option B. Which of the following is not one of the steps in action research? Option D, developing a standardized tool for measurement. Option next, teacher as per NCF 2005 is a. Option C, facilitator. 21. യുഗ പരമ്പരകളിലൂടെ മനുഷ്യനാർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം. ചരിത്രത്തിന് ഈ നിർവചനം നൽകിയ പണ്ഡിതൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി, വിൽ ഡ്യൂറൻഡ്. ഈജിപ്തിനെ ഹിഗ്സോസ് എന്ന നാടോടി വർഗത്തിൽ നിന്ന് മോചിപ്പിച്ച 18ാം രാജവംശത്തിൻ്റെ സ്ഥാപകനാണ് അഹ്മോസ്. ഓപ്ഷൻ സി, അഹ്മോസ് ആണ്. അഹ്മോസ്. നെക്സ്റ്റ്, തുറമുഖ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാരപ്പൻ സാംസ്കാരിക കേന്ദ്രം. ഓപ്ഷൻ ഡി, ലോത്തൽ. BC 27 റോമൻ റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്തത് ആരാണ്? അത് ഓപ്ഷൻ ബി, ഒക്ടേവിയൻ ആണ്. ഒക്ടേവിയൻ. നവോത്ഥാന ചരിത്രത്തിലെ പ്രഭാത നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇറ്റാലിയൻ കവിയാണ്. ഓപ്ഷൻ ബി, ഡാൻഡെ. പ്രതി മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ വക്താവായിരുന്ന ഇഗ്നേഷ്യസ് ലയോളയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ സ്ഥാപനമാണ്. ഓപ്ഷൻ സി, സൊസൈറ്റി ഓഫ് ജീസസ്. ഇനി നെപ്പോളിയൻ ബോണോപ്പാർട്ടിൻ്റെ പരാജയം കുറിച്ച വാട്ടർലോ യുദ്ധം നടന്ന വർഷം എപ്പോഴാണ്? ഓപ്ഷൻ ബി, 1815. സ്പിന്നിംഗ് മോൾ കണ്ടെത്തിയത് ആരാണ്? അത് ഓപ്ഷൻ ബി, സാമുവൽ ക്രോംപ്റ്റൺ. ഏത് സന്ധിയിൽ ഒപ്പുവെച്ചാണ് റഷ്യ 1ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയത്? ഓപ്ഷൻ എ ആണ്, ബ്രെസ്റ്റ്-ലിറ്റോവ്സ്ക് സന്ധി. 30ാമത്തെ ചോദ്യം. ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവികത്താവളമായ പേൾ ഹാർബറിന് നേരെ ജപ്പാൻ ആക്രമണം നടത്തിയതെന്നാണ്? അത് ഓപ്ഷൻ ബി, ഡിസംബർ 7, 1941. ഡിസംബർ 7, 1941. മഗധയിൽ കടുത്ത ക്ഷാമമുണ്ടായപ്പോൾ തൻ്റെ അനുയായികളോടൊപ്പം ദക്ഷിണേന്ത്യയിലെ ശ്രാവണ ബെൽഗോളിയിലേക്ക് കുടിയേറിയ ജൈനമത നേതാവാണ്. ഓപ്ഷൻ എ, ഭദ്രബാഹു. AD 1191 മുഹമ്മദ് ഘോറിയെ പരാജയപ്പെടുത്തിയ രാജാവാണ്. ഓപ്ഷൻ ഡി, പൃഥ്വിരാജ് ചൗഹാൻ. ചരിത്രപ്രസിദ്ധമായ 2ാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷമാണ്. ഓപ്ഷൻ ഡി, 1556. മത തീവ്രവാദ വിഭാഗങ്ങളുടെ പുനരേകീകരണത്തിന് വേദിയായ 1916 കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. 16 കോൺഗ്രസ് സമ്മേളനം. ഓപ്ഷൻ ഡി, ലക്നൗ ആണ്. മഹാത്മാഗാന്ധിയെ ആഴത്തിൽ സ്വാധീനിച്ച അൺ ടു ദ ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ്.
ഓപ്ഷൻ ബി ജോൺ റസ്കിൻ. 36-ാമത്തെ ചോദ്യം, ഏത് യൂറോപ്യൻ ശക്തിയാണ് മാർത്താണ്ഡവർമ്മ കുളച്ചിലിൽ വെച്ച് 1741 പരാജയപ്പെടുത്തിയത്? ഓപ്ഷൻ ഡി ഡച്ചുകാരെയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? ഓപ്ഷൻ എ കെ ഗോപാലൻ. 38-ാമത്തെ ചോദ്യം, 1946 ഐക്യകേരളത്തിന് വേണ്ടി ചെറുതുരുത്തിയിൽ നടന്ന കാര്യാലോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ? ഓപ്ഷൻ സി കെ പി കേശവ മേനോൻ. 39, ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ തീപ്പൊരികളായിരുന്ന ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു എന്നിവരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തൂക്കിലേറ്റിയ ദിവസം ഏതാണ് എന്നുള്ളതാണ്. 1931 മാർച്ച് 23. ഓപ്ഷൻ എ ആണ്, മാർച്ച് 23. തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം? ഓപ്ഷൻ സി 1949. 41-ാമത്തെ ചോദ്യം, ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച വർഷം? ഓപ്ഷൻ സി 1776. 42-ാമത്തെ ചോദ്യം, ഉൽപാദക സാധ്യതാവക്രം കോൺകേവ് രൂപമായിരിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. അത് ഓപ്ഷൻ എ ആണ്, സീമാന്ത അവസരാത്മക ചെലവ് വർദ്ധിക്കുന്നത് കൊണ്ടാണ്. ഇനി P1 x1 + P2 x2 = m എന്ന സമവാക്യം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ ബി, അത് ബജറ്റ് ലൈനാണ്. Q = 10 - 2p എന്നത് ഒരു ചോദന സമവാക്യമാണെങ്കിൽ വില 3 രൂപയാൽ ചോദനത്തിൻ്റെ അളവ്? ഓപ്ഷൻ സി 4. താഴെ പറയുന്നവയിൽ ഏതാണ് സ്ഥിരം ചെലവ്? ഓപ്ഷൻ ഡി ഇന്ധന ചെലവ്. താഴെ പറയുന്നവയിൽ ഏതാണ് മൂലധന വസ്തുവായി പരിഗണിക്കുന്നത്? ഓപ്ഷൻ സി യന്ത്രങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്ന ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടാത്തതാണ്? ഓപ്ഷൻ ഡി ആരോഗ്യം. ഉൾപ്പെടുന്നത് വിദ്യുത് ശക്തി, ജലവിതരണം, നിർമ്മാണ പ്രവർത്തനം ഇവയൊക്കെയാണ്. വാണിജ്യ ബാങ്കുകളുടെ പ്രാഥമിക ധർമ്മങ്ങളാണ്? ഓപ്ഷൻ ഡി നിക്ഷേപം സ്വീകരിക്കലും വായ്പ നൽകലും. മാധ്യത്തിൽ നിന്നുള്ള മൂല്യങ്ങളുടെ അന്തരത്തിൻ്റെ തുകയാണ്? ഓപ്ഷൻ എ 0. ശ്രേണിയിൽ ഏറ്റവും വലിയ വിലയും ചെറിയ വിലയും തമ്മിലുള്ള ഒരു അന്തരമാണ്? ഓപ്ഷൻ എ റേഞ്ച്. ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷനായി പ്ലാനിംഗ് കമ്മീഷൻ രൂപീകൃതമായ വർഷം, തീയതിയും? 1950 മാർച്ച് 15. ഓപ്ഷൻ എ. IRDP ഇന്ത്യയിൽ ആരംഭിച്ച വർഷം? 1982. ഓപ്ഷൻ ഡി 1982. താഴെ പറയുന്നവയിൽ ഏതാണ് സാമൂഹ്യ സുരക്ഷാ പരിപാടിയിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി ദേശീയ ഗ്രാമീണ തൊഴിൽ പരിപാടി. താഴെ പറയുന്നവയിൽ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വരുമാനത്തിൽ ഉൾപ്പെടാത്തത് എന്ത്? ഓപ്ഷൻ സി പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരി വിറ്റഴിക്കൽ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ? ഓപ്ഷൻ ബി അമർത്യ സെൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുമ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് പഴയതാണ്, അപ്പം ഓപ്ഷൻ എ കൊടുത്ത്. IRDP ഇന്ത്യയിൽ ആരംഭിച്ച വർഷം? ഓപ്ഷൻ ഡി 1982. 53-ാമത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് സാമൂഹ്യ സുരക്ഷാ പരിപാടിയിൽ ഉൾപ്പെടാത്തത്? അപ്പം ഓപ്ഷൻ സി ദേശീയ ഗ്രാമീണ തൊഴിൽ പരിപാടി. താഴെ പറയുന്നവയിൽ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വരുമാനത്തിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരി വിറ്റഴിക്കലാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ? ഓപ്ഷൻ ബി അമർത്യ സെൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ? സഞ്ജയ് മൽഹോത്ര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഡേവിഡ് മോറിസുമായി ബന്ധപ്പെട്ടുള്ള സൂചകങ്ങൾ? PQLI. ഓപ്ഷൻ ബി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ്? ഓപ്ഷൻ എ SBI. നികുതി പരിഷ്കരണ കമ്മിറ്റിയുടെ ചെയർമാൻ? ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സി രാജാ ചെല്ലയ്യ. കേരളത്തിലെ ശിശുമരണ നിരക്ക് എത്രയാണ്? ഓപ്ഷൻ സി 12 പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് രൂപം നൽകണമെന്ന് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് ഭാഗം 4. രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം നടത്തുന്നതിൽ പ്രധാനപ്പെട്ട ഏജൻസിയാണ്? ഓപ്ഷൻ എ കുടുംബം. നിയമനിർമ്മാണ സഭയുടെ കാര്യത്തിൽ ഒരേ സവിശേഷതയില്ലാത്ത സംസ്ഥാനമാണ്? ഓപ്ഷൻ ബി കർണാടകം. ഏത് ഭരണഘടനയുടെ സ്വാധീനത്തിലാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾച്ചേർത്തത്? ഓപ്ഷൻ ഡി അമേരിക്കൻ ഭരണഘടന. ആധുനിക രാഷ്ട്രാന്തര പഠനത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത്? ഓപ്ഷൻ എ മാക്കിയവല്ലി. നിയമവാഴ്ച എന്ന ആശയത്തിൻ്റെ വക്താവാണ്? AV ഡൈസി. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? ഓപ്ഷൻ എ ലോക്സഭാ സ്പീക്കർ. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ വക്താവാര്? ഓപ്ഷൻ ഡി ജയപ്രകാശ് നാരായണൻ. ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്?
ഓപ്ഷൻ ഡി 6 വർഷം. രാജിവെച്ചൊഴിയുന്ന രാഷ്ട്രപതി രാജിക്കത്ത് കൈമാറുന്നത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത്? ഓപ്ഷൻ സി 1961 ബെൽഗ്രേഡ്. ഇന്ത്യ സമഗ്ര ആണവ നിരോധന കരാറിൽ ഒപ്പുവെക്കാതിരിക്കാൻ കാരണം? ഓപ്ഷൻ സി ആണവായുധ നിർമ്മാർജ്ജനത്തിന് സമയബന്ധിതമായ നിർദ്ദേശം ഇല്ലാത്തതിനാലാണ്. ഇനി 73ാമത്തെ ചോദ്യം, ഗ്ലാസ്നോസ്റ്റ് എന്ന നയം നടപ്പാക്കിയ ഭരണാധികാരി? ഓപ്ഷൻ ബി ഗോർബച്ചേവ്. 74 ഇന്ത്യ പാകിസ്ഥാൻ ഷിംല കരാറിൽ ഒപ്പുവെച്ച രാഷ്ട്ര നേതാക്കന്മാരാരൊക്കെയാണ്? ഇന്ദിരാഗാന്ധി, സുൾഫിക്കർ അലി ഭൂട്ടോ. WTO നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 1995. സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ് തലവൻ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ഡി ഡയറക്ടർ. രാഷ്ട്രം ദൈവത്തിൻ്റെ പര്യടനമാണെന്ന് പ്രഖ്യാപിച്ച ചിന്തകൻ? ഓപ്ഷൻ സി ഹെഗൽ. ട്രൂമാൻ ഡോക്ട്രിൻ ഏതു രാജ്യത്തിൻ്റെ വിദേശ നയമാണ്? ഓപ്ഷൻ ബി അമേരിക്ക. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നയരൂപീകരണത്തിന് സഹായിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വിഭാഗമാണ്? ഓപ്ഷൻ എ സെൻട്രൽ സെക്രട്ടേറിയറ്റ്. അന്താരാഷ്ട്ര രാഷ്ട്രീയം അധികാരത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്ന് പറഞ്ഞതാണ്? ഓപ്ഷൻ സി മൊർഗെന്തോ. സൗരയൂഥത്തിലെ ഉൽക്കാമണ്ഡലം കാണപ്പെടുന്ന ഏത് ഗ്രഹബന്ധാവുകൾക്കിടയിലാണ്? ഓപ്ഷൻ സി ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ്. ഇനി ലോകഭൂപട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായൊരു മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലോകഭൂപട നിർമ്മാണത്തിന് മെർക്കാറ്റേഴ്സ് പ്രൊജക്ഷൻ. 83ാമത്തെ ചോദ്യം, ഓസോൺ പാളികൾ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ വടക്കേ അമേരിക്കൻ തീരത്ത് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ഹരിക്കെയിൻ. എക്സ്ഫോളിയേഷൻ ഏതരം അപക്ഷയമാണ്? ഭൗതികം. ഓപ്ഷൻ സി ഭൗതികം. കയാന്ത്രിത ശിലയ്ക്ക് ഉദാഹരണം? ഓപ്ഷൻ ബി മാർബിൾ. ഭൂവൽക്കത്തിൽ ഏറ്റവും പുറമേയുള്ള ആവരണമാണ്? ഓപ്ഷൻ ബി സിയാൽ. താഴെ പറയുന്നവയിലെ ശീതജല പ്രവാഹം ഏതാണ്? ഓപ്ഷൻ ബി കാനറീസ്. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ഡി ആൽഫ്രഡ് വെഗ്നർ. സുനാമിക്ക് കാരണമാവുന്ന പ്രതിഭാസം എന്താണ്? ഓപ്ഷൻ സി ഭൂകമ്പങ്ങൾ. ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ ഏകദേശം എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി 16%. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കുടിയേറ്റം നടത്തുന്നത്? ഓപ്ഷൻ ബി ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കാണ്. ഇനി മെഡിറ്ററേനിയൻ കാലാവസ്ഥയുടെ പ്രത്യേകത? ഓപ്ഷൻ എ ശൈത്യകാലത്തെ വർഷപാതം. ജർമ്മനിയിലെ റൂർ മേഖല ഏത് നിക്ഷേപത്തിൽ സമ്പന്നമാണ്? ഓപ്ഷൻ ഡി കൽക്കരി. സിലിക്കോൺ വാലി സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഓപ്ഷൻ എ USA. മൗണ്ട് കേറ്റോ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? ഓപ്ഷൻ സി കാരക്കോറം. സത്ലജ് ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ ബി സിന്ധു നദി. ഇന്ത്യയിൽ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഓപ്ഷൻ ഡി നീലഗിരി. ഗോതമ്പ് പ്രധാനമായും ഏതരം വിളയാണ്? റാബി വിളയാണ്. ഓപ്ഷൻ സി റാബി വിളയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വേലിയേറ്റ തുറമുഖം എന്നാണ് ചോദിക്കുന്നത്? അത് ഓപ്ഷൻ ഡി കണ്ടലയാണ്. ഇത്രയും കണ്ടന്റുകളാണ് വീഡിയോ ഉൾക്കൊള്ളിച്ചത്. ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.